അലങ്കാർപുട്ടിക്ക് തൃശ്ശൂർ നെല്ലിക്കുന്നു അതുപോലെ തന്നെ മാണയിലുമായിട്ടും ഉള്ളത്. ഇപ്പൊ നമ്മൾ കാണിക്കാൻ പോകുന്നത് നല്ല ഭംഗിയുള്ള, നമുക്കറിയാം സമ്മർ ആണ്, അപ്പോ നമുക്ക് സിൽക്കൊന്നും ഇട്ടിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല, അത്രയ്ക്ക് ചൂടാണ് നമുക്ക്. അപ്പോൾ എല്ലാവരും നോർമലി പ്രിഫർ ചെയ്യുക കോട്ടന്റെ സെറ്റ്സ് ആയിരിക്കും. അപ്പൊ നമ്മൾ ഇന്ന് കോട്ടന്റെ സെറ്റ്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി പ്രത്യേകം പറയാനുണ്ട്, നമ്മൾ കഴിഞ്ഞ ആഴ്ച ഇട്ടിരുന്ന കോട്ടന്റെ സ്റ്റിച്ച്ഡ് ആയിട്ടുള്ള ടോപ്പ് ബോട്ടം ദുപ്പട്ട സെറ്റ്, അതിന് നിങ്ങൾ തന്ന ആ ഒരു റെസ്പോൺസ് ഭയങ്കരമായിരുന്നു. ഈവൻ നമ്മൾ തന്നെ അത്രയും ആ ഒരു റെസ്പോൺസ് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവരുടെയും റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷെ നമ്മൾ ആ ടോപ്പ് ബോട്ടം ദുപ്പട്ട സെറ്റ് എത്രയും പെട്ടെന്ന് തന്നെ റീസ്റ്റോക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. നമ്മൾ വ്യൂവേഴ്സ് ആയിട്ട് കോർഡിനേറ്റ് ചെയ്ത് എത്രയും പെട്ടെന്ന് തന്നെ ആ സെറ്റ്സ് നമ്മൾ റീസ്റ്റോക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് മെറ്റീരിയൽ കിട്ടാനായിട്ട്, ബേസ് മെറ്റീരിയൽ കിട്ടാനായിട്ട് കുറച്ചൊരു ഡിലേ ഉണ്ട്. അതുകൊണ്ടാണ് റീസ്റ്റോക്കിങ്ങിന് ഒരു 5 to 10 days ടൈമിംഗ് നമുക്ക് ആവശ്യമുണ്ട് നമ്മൾ പറഞ്ഞത്. അപ്പൊ നമുക്ക് സമയം കളയണ്ട. നമുക്ക് ഇന്നത്തെ കളക്ഷൻസ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോട്ടന്റെ സെറ്റ്സ് ആണ്, അൺസ്റ്റിച്ച്ഡ് ആയിട്ടുള്ള സൽവാർ മെറ്റീരിയൽ ടോപ്പ് ബോട്ടം ദുപ്പട്ട സെറ്റ്സ് ആണ്. നമുക്ക് വേഗം തന്നെ സെറ്റ്സ് കാണാം. അതിന് മുൻപായി ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോസ് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. വേഗം തന്നെ ഇന്നത്തെ കളക്ഷൻസ് കാണാം. പ്യോർ കോട്ടൺ സെറ്റ്സിൽ ഫസ്റ്റ് ഒരു സെറ്റ് വരുന്നത് എങ്ങനെയാണ്, ടോപ്പും ബോട്ടം ദുപ്പട്ടയും ഇതിൽ പ്യോർ കോട്ടൺ ആണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇപ്പോ ഈ കോട്ടൺ എന്താ പറയാ, ചൂടുകാലത്തൊക്കെ ഇടാനായിട്ട് നല്ല സുഖമുള്ള സെറ്റ്സ് ആണ്. ഇതിന്റെ ഈ യോക്കിൽ തന്നെ ഇങ്ങനെ ഒരു പാനലിംഗ് കൊടുത്തിട്ടുണ്ട്, പൈപ്പിംഗ് വിത്ത് പാനലിംഗ് ആണ്, പ്രിന്റഡ് ആണ്, ഓൾ ഓവർ ദ ബോഡി പ്രിന്റഡ് ആണ്. താഴെ ഭാഗത്തായിട്ട് ജസ്റ്റ് ഒരു ചെറിയൊരു അറ്റാച്ച്മെന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ ബാക്ക് പോർഷനും വരുന്നത് ഇതേ സെയിം പ്രിന്റിലേക്ക് തന്നെയാണ് ഇതിന്റെ ബാക്ക് പോർഷനും വരുന്നത് കേട്ടോ. ഞാൻ കാണിച്ചു, ബാക്ക് പോർഷനും സെയിം പ്രിന്റഡ് ആയിട്ട് തന്നെയാണ് വരുന്നത്. സാധാരണ നമുക്ക് ബാക്ക് പോർഷൻ പ്ലെയിൻ ഒക്കെ വരാറുണ്ട്, ഇത് ആ പ്രിന്റഡ് ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇനി ഇതിന്റെ ബോട്ടം വന്നിരിക്കുന്നത് ഇതുപോലത്തെ 6 ആഗിന്റെ ബോട്ടം ആണ്. ഈ ബോട്ടത്തിന്റെ ഒക്കെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതും 2.5 മീറ്റേഴ്സ് ഉണ്ടാവും, ടോപ്പും ബോട്ടവും 2.5 മീറ്റേഴ്സ് ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ബോട്ടം കൊണ്ടും നമുക്ക് നല്ല ഭംഗിയുള്ള ഒരു ടോപ്പ് അടിക്കാൻ പറ്റും കേട്ടോ. അതാണ് ഇതിന്റെയൊക്കെ ഒരു ഈ ടോപ്പ് ബോട്ടം ദുപ്പട്ട കോട്ടൺ സെറ്റ്സിന്റെ ഒരു പ്രത്യേകത വരുന്നത് അങ്ങനെയാണ്. ഇതിന്റെ ടോപ്പ് വരെ ഇങ്ങനെയാണ്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോട്ടൺ, നല്ല പ്ലസന്റ് ലുക്ക് തോന്നുന്ന കോട്ടൺ. ചില കോട്ടൺസ് ഒക്കെ നമ്മൾ ചിലരിട്ട് കാണുമ്പോൾ നമുക്ക് തന്നെ കണ്ണിനൊരു സന്തോഷം തോന്നുമല്ലോ. അപ്പൊ അതുപോലത്തെ ടൈപ്പ് ഓഫ് കോട്ടൺ ആണ്. ഇതിന്റെ ദുപ്പട്ടയും വരുന്നത് പ്യോർ കോട്ടണിലേക്ക് തന്നെയാണ് ദുപ്പട്ട വരുന്നത്. ഇങ്ങനെയാണ് ദുപ്പട്ടയുടെ പ്രിന്റ്. ഇതിന്റെ അടിയിലത്തെ ഭാഗത്തായിട്ട് 2 സൈഡിലായിട്ട് ഇതുപോലത്തെ പോംപോംസ് അറ്റാച്ച്ഡ് ആണ്. നല്ല ബ്യൂട്ടിഫുൾ ആൻഡ് എലഗന്റ് ആയിട്ട് നമുക്ക് ഇട്ട് പോകാൻ പറ്റുന്ന സെറ്റ്സ് ആണ്. ഇതിന്റെ പ്രൈസിംഗ് വരുന്നത് 1295. പ്യോർ കോട്ടൺ സെറ്റ്സിൽ നെക്സ്റ്റ് ഒരു കളർ വന്നിരിക്കുന്നത് എങ്ങനെയാണ്, നല്ലൊരു ബേബി പിങ്ക് ഷെയ്ഡിലേക്കാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെറ്റ് ആണ് വന്നിരിക്കുന്നത്. ഡിസ്ക്രിപ്ഷൻസ് എല്ലാം സെയിം തന്നെയാണോ വന്നിരിക്കുന്നത്. പ്യോർ കോട്ടന്റെ ആണ് ടോപ്പും ബോട്ടും ദുപ്പട്ടയും വന്നിരിക്കുന്നത് പ്യോർ കോട്ടൺ ആണ്. യോക്കിലേക്ക് ഇതുപോലെ ഒരു പാനലിംഗ് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടും ബാക്കും വരുന്നത് സെയിം പ്രിന്റിലേക്ക് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇനി ഇതിന്റെ ബോട്ടം വന്നിരിക്കുന്നത് ഇതുപോലത്തെ 6 ആഗ് പ്രിന്റുകളാണ് ബോട്ടത്തിലേക്ക് വന്നിരിക്കുന്നത്. ഇതും 2.5 മീറ്റേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് രണ്ടും ടോപ്പും ബോട്ടവും ഉപയോഗിച്ച് നമുക്ക് ടോപ്പ് അടിക്കാവുന്നതാണ്. ബോട്ടം ഇതിനിപ്പോ ഓഫ് വൈറ്റ് ഒക്കെ ബോട്ടം ഇട്ടാലും, എല്ലാവരുടെ അടുത്തും ഓഫ് വൈറ്റ് ബോട്ടം ഉണ്ടാവും, ഈ ഓഫ് വൈറ്റ് ഒക്കെ ബോട്ടം ഇട്ടാലും നല്ല രസം ഉണ്ടാവും. ദുപ്പട്ട വന്നിരിക്കുന്നത് നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള, സോഫ്റ്റ് ആൻഡ് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ദുപ്പട്ടയാണ്. ഇതിന്റെ താഴെ ഭാഗത്തേക്ക് ബോർഡേഴ്സിൽ ഇതുപോലത്തെ പോംപോംസ് അറ്റാച്ച്ഡ് ആണ്. നല്ല ബ്യൂട്ടിഫുൾ ആൻഡ് എലഗന്റ് ആയിട്ട് നമുക്ക് ഇട്ടു പോകാൻ പറ്റുന്ന സെറ്റ്സ് ആണ്. ഇതിന്റെ പ്രൈസിംഗ് വരുന്നത് 1295. പ്യോർ കോട്ടൺ സെറ്റ്സിൽ നെക്സ്റ്റ് ഒരു കളർ കോമ്പിനേഷൻ വന്നിരിക്കുന്നത് എങ്ങനെയാണ് കേട്ടോ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലസന്റ് ഗ്രീൻ ഷെയ്ഡിലേക്കാണ് വന്നിരിക്കുന്നത്. ഡിസ്ക്രിപ്ഷൻസ് എല്ലാം സെയിം ആണ് വരുന്നത്. യോക്കിലേക്ക് ഇതുപോലത്തെ ഒരു പാനലിംഗ് ആണ് യോക്കിലേക്ക് വന്നിരിക്കുന്നത്. ഫ്രണ്ടും ബാക്കും സെയിം പ്രിന്റ് തന്നെയാണ്. ഇതിന്റെ ദുപ്പട്ട വന്നിരിക്കുന്നത്, ബോട്ടം വന്നിരിക്കുന്നത് പ്യോർ കോട്ടണിൽ തന്നെ 6 ആഗിന്റെ ബോട്ടം ആണ്. 2.5 മീറ്റേഴ്സ് ഉണ്ട് ബോട്ടത്തിന്. അപ്പൊ നമുക്ക് രണ്ടും ടോപ്പും ബോട്ടവും നമുക്ക് ടോപ്പ് അടിക്കാവുന്നതാണ്. ബോട്ടം നമുക്ക് എന്നിട്ട് ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡിലെ പെൻസിൽ പാൻസ് ഒക്കെ ഇട്ടാലും നല്ലൊരു സൈറ്റിന് കാണാനായിട്ട്. ഇതിന്റെ ദുപ്പട്ട വന്നിരിക്കുന്നത് പ്യോർ കോട്ടണിലുള്ള ദുപ്പട്ടയാണ്. എൻഡിങ്സിൽ പോംപോംസ് വരുന്നുണ്ട് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആൻഡ് എലഗന്റ് ആയിട്ട് നമുക്ക് ഇട്ട് പോകാൻ പറ്റുന്ന സെറ്റ്സ് ആണ്. പ്രൈസിംഗ് വരുന്നത് 1295.
പ്യൂർ കോട്ടൺ സെറ്റ്സിൽ നെക്സ്റ്റ് ഒരു ടൈപ്പ് ഓഫ് മെറ്റീരിയൽ സെറ്റ് വരുന്നത് ഇങ്ങനെയാണ്. ഇതിന്റെ എന്ന് പറയുമ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു ടോപ്പിൽ ഓൾ ഓവർ ഒരേ പ്രിന്റ് ആയിരുന്നു. ഇതിന്റെ യോക്കിലാവുമ്പോൾ ഹാൻഡ് എംബ്രോയിഡറി വരുന്നുണ്ട് കേട്ടോ. ഇതുപോലത്തെ ഫ്രഞ്ച് നോട്ട്സ് ആയിട്ട് ഒരു പാനലിംഗ് പോലെ ഒരു ലേസ് വർക്കും വരുന്നുണ്ട്, ഫ്രഞ്ച് നോട്ട്സും വരുന്നുണ്ട്. ബാക്കും ഫ്രണ്ടും ഒരേ പ്രിന്റ് ആട്ടോ വരുന്നത്. ഇങ്ങനെയാണ് ഇതിന്റെ പ്രിന്റ് വന്നിരിക്കുന്നത്. ബാക്കിലും സെയിം പ്രിന്റ് തന്നെയാണ്, ഫ്രണ്ടിലും സെയിം പ്രിന്റ് തന്നെയാണ് ബാക്കിലേക്കും വന്നിരിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, നല്ല ഈ സമ്മറിലൊക്കെ നല്ല സുഖമായിട്ട് ഇട്ടു പോകാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് സെറ്റ്സ് ആട്ടോ ഇത് വരുന്നത്. ഇനി ഇതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ്. ഈ ഒരു പ്രിന്റിലേക്കാണ് ഇതിന്റെ ഒരു ബോട്ടം വരുന്നത്. ഇതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 2.5 മീറ്റേഴ്സ് ഉണ്ട് ഇതിന്റെ ബോട്ടം. 2.5നേക്കാളും കൂടുതലുണ്ട് ഇതിന്റെ ബോട്ടം വരുന്നത്. അപ്പൊ നമുക്ക് നല്ല ലെങ്ത്തും വിട്ടുമുള്ള തുണി ആയതുകൊണ്ട് നമുക്ക് നല്ല സുഖമായിട്ട് ടോപ്പ് അടിക്കാൻ പറ്റും. ഒരു ഓഫ് വൈറ്റ് ബോട്ടോ അല്ലെങ്കിൽ ഒരു റെഡ് ബോട്ടോ ഇട്ടാലും നല്ല രസമായിരിക്കും ഇത് കാണാനായിട്ട്. പിന്നെ വരുന്നത് ഇതിന്റെ ദുപ്പട്ടയാണ്. നമ്മൾ നേരത്തെ കാണിച്ചതിന്റെ ദുപ്പട്ട വന്നിരുന്നത് കോട്ടന്റെ ദുപ്പട്ടയാണ്. ഇത് നല്ല ഷിഫോണിന്റെ ദുപ്പട്ടയാണ്. ഒരു ലേസ് ഫിനിഷിംഗ് ബോർഡർ ആണ് ഇതിന് വന്നിരിക്കുന്നത്. ഇതിന്റെ മിഡിൽ പോർഷൻ ഇതുപോലെ റെഡിലേക്കും അതുപോലെ തന്നെ താഴെ ഭാഗം ടോപ്പിന്റെ ഷെയ്ഡിലേക്കുള്ള ആ ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലുള്ള ആ ഒരു ഇതാണ് ദുപ്പട്ടയുടെ എന്താ പറയുക, രണ്ട് എൻഡ്സിലേക്ക് ആയിട്ട് വന്നിരിക്കുന്നത് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആൻഡ് എലഗന്റ് ആയിട്ട് നല്ല സുഖമായിട്ട് നമുക്ക് സമ്മറിൽ ഇട്ട് പോകാൻ പറ്റിയ സെറ്റാണ്. പ്രൈസിംഗ് വരുന്നത് 1575. കോട്ടൺ സെറ്റ്സിലെ നെക്സ്റ്റ് ഒരു സെറ്റ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. സെയിം ഡിസ്ക്രിപ്ഷൻസ് തന്നെയാണ്, കളറിന് മാത്രം വ്യത്യാസം വരുന്നുള്ളൂ. ഒരു ചെറുപയർ പച്ച ഷെയ്ഡിലേക്കാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ യോക്ക് പോർഷനിൽ ഇതുപോലെ ഒരു ലേസ് ഫിനിഷിങ്ങും അതുപോലെ തന്നെ ഫ്രഞ്ച് നോട്ട്സും ആണ് വന്നിരിക്കുന്നത്. പ്യൂർ കോട്ടൺ സെറ്റ് വരുന്ന ടോപ്പും ബോട്ടം ഒരേ പ്രിന്റ് ആണ് വരുന്നത്. ദുപ്പട്ട വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷിഫോണിന്റെ ലേസ് ബോർഡേഴ്സ് ഉള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ടയാണ് ഇതിന് വന്നിരിക്കുന്നത് കേട്ടോ. നല്ലോണം ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഡെയിലി വെയർ ഒക്കെ ആയിട്ട് നല്ല സുഖമായിട്ട് നമുക്ക് ഇട്ടിട്ട് പോകാൻ പറ്റുന്ന സെറ്റ്സ് ആണ്. ഇതിന്റെ ബോട്ടം വന്നിരിക്കുന്നത് ഇങ്ങനത്തെ ഒരു 6 ആക്ക് പ്രിന്റിലേക്കാണ് വന്നിരിക്കുന്നത്. ഇതും ഈ പറഞ്ഞോണം ബോട്ടം ഈ പറഞ്ഞോണം 2.5 മീറ്റേഴ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല സുഖമായിട്ട് ഒരു ടോപ്പ് അടിക്കാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ആണ് ഈ ബോട്ടം നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആൻഡ് എലഗന്റ് ആയിട്ട്. പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ ബോട്ടത്തിന്റെ ടോപ്പിന്റെ അടിയിലും ഒരു ലേസ് ഫിനിഷിംഗ് വന്നിട്ടുണ്ട് കേട്ടോ, ചെറിയൊരു ലേസ് ഫിനിഷിംഗ്. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല ക്ലാസി ആയിട്ട് നമുക്ക് ഇട്ടിട്ട് പോവാം. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓവറോൾ ലുക്ക് വരുന്നത്. പ്രൈസിംഗ് വരുന്നത് 1575. നെക്സ്റ്റ് നമുക്കൊരു സെറ്റ് വരുന്നത് സോഫ്റ്റ് കോട്ടണിലേക്കാണ്. പലരും ചോദിക്കാറുണ്ട് നമുക്ക് കോട്ടണിനേക്കാളും കുറച്ചും കൂടി സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ അവൈലബിൾ ആക്കുമെന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ സോഫ്റ്റ് കോട്ടൺ നമ്മൾ അവൈലബിൾ ആക്കിയേക്കുന്നത്. ഇതിന്റെ യോക്ക് പോർഷനിൽ ഇതുപോലത്തെ ഒരു പാനലിംഗ് ആണ്, ഒരു ബട്ടൺസ് ഫിനിഷിംഗും ഇതുപോലത്തെ ഒരു പാനലിംഗും ആണ് വന്നിരിക്കുന്നത്. ഓൾ ഓവർ ദ ബോഡി ഈ സെയിം പ്രിന്റ് തന്നെയാട്ടോ വരുന്നത്. ഇതിന്റെ ബാക്ക് പോർഷനും സെയിം പ്രിന്റ് തന്നെയാണ്. ഇതിന്റെ ബോട്ടം വരുന്നത് കോട്ടന്റെ ബോട്ടമാണ്. സെയിം കളറിൽ കോട്ടന്റെ ബോട്ടമാണ് നമുക്ക് ഇതിന് വരുന്നത്. ഇതിന്റെ ദുപ്പട്ട വരുന്നത് ചന്തേരിയിൽ പ്രിന്റഡ് ആയിട്ടുള്ള ദുപ്പട്ട. ഈ ദുപ്പട്ടയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഏതൊരു ടോപ്പിന്റെ കൂടെ പെയർ ചെയ്തിട്ടാലും നല്ല രസമായിട്ട് പോകുന്ന ടൈപ്പ് ഓഫ് ദുപ്പട്ടയാണ്. ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമുള്ള ദുപ്പട്ടയാട്ടോ ഇത് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഈ സെറ്റിന്റെ ഒരു ഓവറോൾ ലുക്ക് വന്നിരിക്കുന്നത്. ഇതിന്റെ പ്രൈസിംഗ് നമുക്ക് വരാം 1450 ആണ്. സോഫ്റ്റ് കോട്ടൺ സെറ്റ്സിൽ നെക്സ്റ്റ് ഒരു കളർ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. നല്ലൊരു ബ്രിക്ക് ഷെയ്ഡിലേക്കാട്ടോ വന്നിരിക്കുന്നത്. ഇതിന്റെ യോക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ്. സെയിം യോക്ക് പോർഷനും സെയിം പ്രിന്റ് ഒക്കെ, കളറിന് മാത്രമേ വ്യത്യാസമുള്ളൂ. ബോട്ടം വരുന്നത് കോട്ടന്റെ ബോട്ടം ആണ്. ഇനി ഇതിന്റെ ദുപ്പട്ട വന്നിരിക്കുന്നത് ചന്തേരിയിലുള്ള ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള മൾട്ടി ഷെയ്ഡഡ് ഫ്ലോറൽ പ്രിന്റഡ് ആയിട്ടുള്ള ദുപ്പട്ടയാണ്. അതുകൊണ്ട് തന്നെ ഏതൊരു സെറ്റിന്റെ കൂടെ ഏതൊരു ടോപ്പിന്റെ കൂടെ പെയർ ചെയ്തിട്ടാലും നല്ല റിസൾട്ട് ഉണ്ടാവും കേട്ടോ അത് കാണാനായിട്ട്. നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ദുപ്പട്ടയാണ്, നല്ലോണം ഒതുങ്ങുന്ന ടൈപ്പ് ഓഫ് ദുപ്പട്ടയാണ് ഇത് വരുന്നത്. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓവറോൾ ലുക്ക് വരുന്നത്. പ്രൈസിംഗ് വരുന്നത് 1450. സോഫ്റ്റ് കോട്ടൺ സെറ്റ്സിൽ നെക്സ്റ്റ് ഒരു കളർ കോമ്പിനേഷൻ വന്നിരിക്കുന്നത് എങ്ങനെയാണ്, നല്ല പ്ലസന്റ് ആയിട്ടുള്ള കളർ കോമ്പിനേഷൻ ആണ്. നമ്മുടെ ഒരു ലെമൺ ഗ്രീൻ ഷെയ്ഡിലേക്കാട്ടോ ഇത് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിന്റെ ഫ്രണ്ട് പോർഷൻ വന്നിരിക്കുന്നത്. യോക്ക് ഫിനിഷിംഗ് ആണ്, ബട്ടൺസ് ഫിനിഷിംഗും പോയിട്ടുണ്ട്. ബോട്ടം വന്നിരിക്കുന്നത് സെയിം കളറിൽ തന്നെ കോട്ടന്റെ പ്ലെയിൻ ബോട്ടം ആണ് വന്നിരിക്കുന്നത്. ഇനി ഇതിന്റെ ദുപ്പട്ട വന്നിരിക്കുന്നത് ഇതുപോലെ ചന്തേരിയുടെ ദുപ്പട്ടയാണ്, ഫ്ലോറൽ പ്രിന്റഡ് ആയിട്ടുള്ള ദുപ്പട്ടയാട്ടോ. നല്ല എലഗന്റ് ആയിട്ട് നമുക്ക് ഇട്ട് പോവാം. ഹാൻഡിൽ ചെയ്യാനൊക്കെ നല്ല എളുപ്പമുള്ള ടൈപ്പ് ഓഫ് ദുപ്പട്ടയാട്ടോ. ഇപ്പൊ ഈവൻ 2 സൈഡ് ആയാലും നമുക്ക് നല്ല രസമായിട്ട് ഹാൻഡിൽ ചെയ്തിട്ട് പോകാൻ പറ്റിയ സെറ്റ്സ് ആണ്. ഇതിന്റെ പ്രൈസിംഗ് വരുന്നത് 1250. ഇന്നത്തെ നമ്മുടെ എല്ലാ കളക്ഷൻസും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇതിലേതെങ്കിലും കളക്ഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു പർച്ചേസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ നമ്മുടെ താഴെയുള്ള ടൈറ്റിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. നമുക്ക് വാട്സ്ആപ്പ് ചെയ്യാം. കൂടുതൽ ഗൈഡൻസും ഡീറ്റെയിൽസും വാട്സ്ആപ്പിലൂടെ ഞങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. ഇനിയും നല്ല ഭംഗിയുള്ള അടിപൊളി കളക്ഷൻസുമായി വീണ്ടും കാണാം. അതുവരെയ്ക്ക് എല്ലാവരും സേഫ് ആയിട്ടിരിക്കാം. താങ്ക് യു സോ മച്ച്.